ഇക്കുറി വോട്ട് ചെയ്യില്ല എന്ന് പേരാമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറളം ഫാമിലെ പണിയ സമുദായക്കാർ. മണ്ഡലം ചുറ്റും മഹിളകളിലാണ് പ്രതികരണം. അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അപ്പൊ അനുജ, നമ്മള് പേരാവൂർ മണ്ഡലത്തിലെ ആറളം ഫാമിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അതെ, ആറളം ഫാം എന്ന് പറയുമ്പോൾ എപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒന്നാണ് ആറളം ഫാം. അതിൽ ഏറ്റവും പ്രധാനമായി വന്യജീവി ശല്യം, കാട്ടാന ആക്രമണം, മരണം, ഇതൊക്കെ വാർത്തയാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ? നമ്മളവസ്ഥ ആന വീടിന് പോകുന്നു, കൊല്ലാനുള്ള കൊല്ലുന്നു, ആന അടിക്കുന്നു. എനിക്കൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരോടൊക്കെ എന്താ പറയാനുള്ളത്? നിങ്ങളിങ്ങനെ എത്ര നാളായിട്ട് ഇങ്ങനെ പേടിച്ച് കഴിയല്ലേ? രാഷ്ട്രീയക്കാരോട് ഒന്നും പറയാനില്ല. അവർ എല്ലാം നമുക്ക് ഭരണ ടീമുകളാണ്. അതുകൊണ്ട് അവരോട് പറയാൻ നമ്മളില്ല. നിങ്ങളൊക്കെ പുതുതലമുറയും കൂടിയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്? നമുക്കിപ്പോൾ എന്താ പറയാനുള്ളത്? നമുക്ക് ഇവിടെ ഒരു റോഡ്, നമുക്ക് ആവശ്യത്തിന് നമുക്ക് റോഡില്ല. അവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അവിടെ ഇങ്ങോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആനയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം എന്താ ഉള്ളത്? ആന രാത്രി വരുന്നുണ്ട്. ഫോറസ്റ്റുകാർ സമയത്ത് വിളിച്ചെങ്കിൽ അവർ വരില്ല. അത് വന്ന് കഴിഞ്ഞിട്ട് അവർ വരും. അന്നേരം ചോദിക്കും ആന എവിടെയാന്ന്. ആന ഉള്ള സമയത്തല്ലേ അവരെ വിളിക്കുന്നത്, അന്നേരം അവർ വരണ്ടേ. ആന പോയി കഴിഞ്ഞിട്ട് ഇവർ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയണ്ടേ? ഈ മേഖലയിലൊക്കെ ശരിക്കും നിങ്ങൾ ആനയുടെ ശല്യവും ഒക്കെ അനുഭവിക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതെപ്പോഴാണ്? അത് 2 വർഷം മുമ്പേ ആയിരുന്നു. ഇപ്പൊ പേടിച്ചാണ് കഴിയണത്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ചിലപ്പോൾ ആന വരും. ആ സമയത്തൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ ആ സ്ഥാനാർത്ഥികളൊക്കെ വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വാഗ്ദാനങ്ങൾ തരികയൊക്കെ ചെയ്തില്ലേ? ആ സമയത്തേ വരും, പിന്നെ അവർ വന്ന് നോക്കൂല. ജയിച്ചാൽ പറയും ഞാൻ അതാക്കി തരാം, ഇതാക്കി തരാം. ജയിച്ചാൽ ഒന്നും ചെയ്യില്ല. ഈ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ കുറച്ച് ദിവസവും കൂടി ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനാർത്ഥി പോലും നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. സ്ഥാനാർത്ഥികൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ? അറിയാം. എന്താ സണ്ണി ജോസഫ്, ഷജറ ടീച്ചർ, അറിയാം, ആളെല്ലാം അറിയാം. പക്ഷെ ഇവർ വരണ്ടേ, വരുന്നില്ല. ഇവർക്ക് വോട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ. ഇപ്പൊ ഈ 2 പേരോടുമായിട്ട് നിങ്ങൾ പറയാനുള്ളത് പറയൂ. എന്താണ് പറയാനുള്ളത്? ഇവരോട് നമ്മളെ ഇവിടെ ആന എന്താ ബെയിലി വേണം, പിന്നെ നമ്മളെ റോഡ് ഇത്രേ പോണ്ട്. നമുക്ക് കാര്യമായിട്ട് ഈ റോഡാണ് വേണ്ടത്. അപ്പോൾ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർ വോട്ട് ചെയ്യും, പ്രതീക്ഷയോടെയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു സ്ഥാനാർത്ഥി പോലും വന്നിട്ടില്ല എന്ന് പറയുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധത്തിലാണ്. ഇവരുടെ ആവശ്യങ്ങളൊക്കെ വളരെ ന്യായമാണ്. കുടിവെള്ളം, അതുപോലെ തന്നെ ഈ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. അവരുടെ വളരെ മിനിമം ആവശ്യങ്ങളെ അവർ ഉന്നയിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് നടത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇത്തവണ അവർ വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ അത് ശ്രദ്ധിക്കുക. നമ്മളുടെ പര്യടനം ഇനിയും തുടരും. അപ്പൊ ആറളം ഫാമിൽ നിന്നാണ് അനുജ രാജേഷും സ്മിത ഹരിദാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.